റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പലസ്തീനു വേണ്ടിയുള്ള ഇസ്രയേലിൻ്റെ പോരാട്ട ചരിത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായ എബ്രായർ തങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം അഥവാ പലസ്തീനിൽ കുടിയേറിയത് ഏകദേശം BC 2091 ആയിരിക്കണം. ആ കാലഘട്ടത്തിൽ അവിടുത്തെ തദ്ദേശവാസികളായ കനാന്യർ, ഹിവ്യർ, അമോര്യർ, യെബൂസ്യർ തുടങ്ങിയ ഗോത്ര ജനതകളെ യുദ്ധത്തിലൂടെ കീഴടക്കിയ ശേഷം എബ്രായർ പലസ്തീൻ കീഴടക്കുകയായിരുന്നു. പലസ്തീനിൽ ആദ്യമായി ഒരു രാജഭരണം ഉണ്ടാകുന്നത് BC 1050 ഒരു എബ്രായനായ ശൗൽ രാജാവായി വരുമ്പോഴാണ്. തുടർന്ന് BC 1010 ദാവീദ് രാജാവും BC 970 ദാവീദിന്റെ മകനായ ശലോമോൻ രാജാവായി അധികാരത്തിൽ വന്നു. ശലോമോന് ശേഷം പലസ്തീൻ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. മുമ്പ് 12 ഗോത്രങ്ങളായി വിഭജിച്ചിരുന്ന എബ്രായരിൽ ആദ്യത്തെ 10 ഗോത്രങ്ങൾ ശലോമോന്റെ മകനായ രഹബയാമിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്ന പേരിൽ ഒരു രാജ്യമായി മാറി. ശേഷിച്ച മറ്റു 2 ഗോത്രങ്ങൾ ശലോമോന്റെ മറ്റൊരു മകനായ യെരോബയാമിന്റെ നേതൃത്വത്തിൽ യഹൂദ എന്ന പേരിൽ മറ്റൊരു രാജ്യമായി മാറി. ഏകദേശം BC 721 വരെ 40-ലധികം രാജാക്കന്മാർ ഈ 2 രാജ്യങ്ങൾ മാറി മാറി ഭരിച്ചു. BC 721 അസീറിയ ജെറുസലേം ആക്രമിക്കുകയും ഇസ്രയേലിനെ പ്രവാസികളാക്കി തീർക്കുകയും ചെയ്തു. തുടർന്ന് BC 597 സൈറസ് യഹൂദയെ ആക്രമിക്കുകയും യഹൂദ ജനതയെ ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് സൈറസ് ബാബിലോണിന്റെ രാജാവായപ്പോൾ യഹൂദയെ സ്വതന്ത്രമാക്കുകയും BC 583 സെറുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വരികയും ചെയ്തു. BC 167 സിറിയയുടെ ഭരണാധികാരിയായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എപ്പിഫാനസ് യഹൂദന്മാർക്കു നേരെ ക്രൂരമായ പീഡനമുറകൾ ആരംഭിച്ചു. ഗർഭിണികളായ യഹൂദ സ്ത്രീകളെ കുതിരയുടെ കാലിൽ കെട്ടിയ ശേഷം പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഓടിച്ചുപോയി. അവരുടെ ശരീരങ്ങൾ പാറകളിൽ തട്ടി ചിഹ്നിച്ചു. ജെറുസലേം ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ സ്ഥാനത്ത് ഗ്രീക്ക് ദേവനായ സൂയസിന്റെ യാഗപീഠം പണിതു. അവിടെ യഹൂദന്മാർക്ക് അറപ്പായ പന്നിയെ യാഗം കഴിച്ചു. അതുമാത്രമല്ല, യൂദ പുരോഹിതന്മാരെ സൂയസ് ദേവന് യാഗം കഴിപ്പാൻ എപ്പിഫാനസ് നിർബന്ധിച്ചു. മത്താത്യാസ് എന്നൊരു വൃദ്ധനായ യഹൂദ പുരോഹിതൻ എപ്പിഫാനസിന്റെ ഈ പ്രവണതകളെ എതിർത്തു. അതുമാത്രമല്ല, എപ്പിഫാനസിന്റെ നിർബന്ധത്തിന് വഴങ്ങി സൂയസ് ദേവന് യാഗം കഴിക്കാൻ തയ്യാറായ ഒരു യഹൂദ പുരോഹിതനെ കൊല്ലുകയും ചെയ്തു. ഇത് വലിയ വിപ്ലവത്തിന് തിരികൊളുത്തി. തുടർന്ന് മത്താത്യാസും തൻ്റെ 5 പുത്രന്മാരും മലമുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ശേഷം മത്താത്യാസിന്റെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിച്ചു. BC 167 മുതൽ 160 വരെ യഹൂദന്മാർ നടത്തിയ ഈ യുദ്ധങ്ങളാണ് മക്കാബ്യൻ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. തുടർന്ന് AD 70 റോമാക്കാർ വീണ്ടും ജെറുസലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഈ യുദ്ധത്തോടെയാണ് യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടത്. AD 636 അറബികൾ ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. തുടർന്ന് അറബികൾ പലസ്തീനുമേൽ അധികാരം സ്ഥാപിച്ചു. അറബികളെ തുരത്തി രാജ്യം തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ AD 1147 മുതൽ AD 1254 വരെ 7 കുരിശുയുദ്ധങ്ങൾ നടത്തുകയുണ്ടായി. 1517 ഒട്ടോമൻ തുർക്കികൾ പലസ്തീൻ കൈയടക്കുന്നത്.
1917 ഒട്ടോമൻ തുർക്കികളുടെ കയ്യിൽ നിന്നും ബ്രിട്ടന്റെ കയ്യിൽ വരുന്നതുവരെ പലസ്തീൻ ഒട്ടോമൻ തുർക്കികളുടെ കയ്യിൽ ആയിരുന്നു. അതായത് 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധ സമയം വരെ പലസ്തീൻ ഒട്ടോമൻ തുർക്കികളുടെ കയ്യിൽ ആയിരുന്നു. എന്നാൽ ഒന്നാം മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയിരുന്നു. അതിന് കാരണമായി തീർന്നത് ഒരു ആസ്ട്രോ ഹംഗേറിയനായ തിയോഡർ ഹസൽ 1886 എഴുതിയ ജൂതരാഷ്ട്രം, അതായത് ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകമാണ്. 1897 തിയോഡർ ഹസലിന്റെ നേതൃത്വത്തിൽ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടു. തുടർന്ന് 1917 പാലസ്തീൻ ബ്രിട്ടന്റെ കൈവശം വന്നതിന് ശേഷം ജൂതരാഷ്ട്രം രൂപീകരിക്കുവാൻ യുണൈറ്റഡ് നേഷൻ ബ്രിട്ടനെ ചുമതലപ്പെടുത്തി. 1947 പലസ്തീനിൽ നിന്നും ബ്രിട്ടൻ പിന്മാറുന്നതിന് മുമ്പ് ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്ന കാര്യം ബ്രിട്ടൻ വെളിപ്പെടുത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജൂത കുടിയേറ്റം ശക്തമായിക്കൊണ്ടിരുന്നു. ഇതിനെ തുടർന്ന് അറബി ജൂത സംഘർഷവും ശക്തമായി. 1947 നവംബർ 29 ചേർന്ന UN അസംബ്ലി പാലസ്തീൻ അറബികൾക്കും ജൂതന്മാർക്കുമായി വിഭജിക്കുവാനുള്ള തീരുമാനം അംഗീകരിച്ചു. ഈ തീരുമാനം ജൂതന്മാർ അംഗീകരിച്ചിരുന്നെങ്കിലും അറബികൾ അതിനെ ശക്തമായി എതിർത്തു. എതിർപ്പുകളെ മറികടന്ന് 1948 മെയ് 14 അർദ്ധരാത്രി ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ജൂതന്മാർ നൂറ്റാണ്ടുകളായി കൊണ്ടു നടന്ന ജൂതരാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ഡേവിഡ് ബെൻ ഗൂറിയൻ ഇസ്രയേലിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി. ഇതിനുശേഷം ഇസ്രയേലും അറബ് ലീഗുമായി പല യുദ്ധങ്ങൾ നടന്നുവെങ്കിലും എല്ലാറ്റിലും ഇസ്രയേൽ തന്നെ ജയിച്ചു. ജൂതന്മാരിൽ നിന്നും പലസ്തീൻ തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി പലസ്തീനികൾ 1964 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചു. എന്നാൽ ഇതിന്റെ പ്രവർത്തനത്തോട് യോജിക്കുവാൻ കഴിയാത്ത ഇസ്ലാം ബ്രദർഹുഡ് പോലുള്ള ഒരു തീവ്രവാദി സംഘടനയുടെ സഹായത്തോടെ 1987 ഡിസംബറിൽ രൂപീകരിച്ച സംഘടനയാണ് ഹമാസ്. അവരുടെ പ്രധാന ലക്ഷ്യം ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം നിർമ്മിക്കുക എന്നതാണ്. അതിനെതിരായി നിൽക്കുന്ന ഇസ്രയേലിനോട് അവർ ഇന്നും പൊരുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.